ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ആൻറ്റീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യലാണ് വറുത്തരച്ച സാമ്പാർ. സാധാരണ സാമ്പാറിൽ ചേർക്കുന്ന പച്ചക്കറികളെല്ലാം ചേർത്ത് ഒരു സദ്യ സ്റ്റൈൽ സാമ്പാറാണ് ഇന്നത്തെ വിഭവം. അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഇവിടെ തുവരപ്പരിപ്പ് എടുത്തിരിക്കുകയാണ്. ഞാനിതൊരു 4 ടേബിൾ സ്പൂൺ, അതായത് ഈ സ്പൂണിന് ഒരു 4 ടേബിൾ സ്പൂണാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിനെ ഞാനിനി ഒന്ന് വെള്ളം ഒഴിച്ച് കുതിർത്ത് ഒരു അരമണിക്കൂർ കുതിരാൻ വെക്കുകയാണ്. എന്നിട്ട് പിന്നെ കഴുകിയെടുത്താണ് വേവിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് പുളി, അതിവിടെ ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി എടുത്തിട്ടുണ്ട്. വാളം പുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ഞാൻ ഇളം ചൂട് വെള്ളം ഒഴിച്ച് ഞാൻ കുതിരാൻ വെക്കുകയാണ്. കാരണം ഇതിനി നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് തൊട്ട് നമുക്ക് യൂസ് ആവും. ഇനി ഞാൻ നേരത്തെ കുതിരാൻ വെച്ച തോരപ്പരിപ്പിനെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഈ പച്ചക്കറികളെല്ലാം തന്നെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യത്തെ ലെയറായിട്ട് ഞാൻ ഈ പരിപ്പിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ പരിപ്പും പച്ചക്കറികളും എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഈ സാമ്പാറിൽ ഞാൻ മുഴുവനായിട്ട് ഒരു 8 തരം പച്ചക്കറികൾ ചേർക്കുന്നുണ്ട്. അതിലൊരു 5 എണ്ണം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേന, മുള്ളങ്കി, ഉരുളക്കിഴങ്ങ്, മത്തൻ, ക്യാരറ്റ് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ കുക്കറിലേക്ക് ഞാൻ ഓരോ വെജിറ്റബിൾസ് ആയിട്ട് ചേർക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേഗമുള്ളത് ചേനയായതുകൊണ്ട് ആദ്യം ഞാൻ ചേന ചേർത്തു. പിന്നെ അടുത്ത വേഗമുള്ളത് ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ഞാൻ അടുത്തതായിട്ട് അത് ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ പച്ചക്കറികളുടെ വേവിനനുസരിച്ച് ഞാനിവിടെ ഓരോന്നായിട്ട് ലെയർ ബൈ ലെയർ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മൂന്നാമതായിട്ട് ഞാൻ മത്തൻ എടുത്തു. അപ്പോൾ ശരിക്കും 100 ഗ്രാം ചേന, ഒരു ഉരുളക്കിഴങ്ങ്, 200 ഗ്രാം മത്തൻ, ഒരു മുള്ളങ്കി, ഇപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് മുള്ളങ്കിയാണ്. പിന്നെ ഒരു ക്യാരറ്റ്, ഒരു സാധാരണ ഒരു മീഡിയം സൈസ് ക്യാരറ്റാണിത്. അപ്പോൾ നിങ്ങളുടെ കഷ്ണങ്ങളുടെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ ഇത് ഒരു 2 കത്തിരിക്ക അല്ലെങ്കിൽ 2 വഴുതനങ്ങയാണിത്. ഇത് ഞാൻ കുറച്ച് വലുതാക്കി തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് സൈസിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലോട്ട് പച്ചക്കറികൾ ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം. പിന്നെ ഞാനിവിടെ ഒരു 10 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നീളത്തിന് ചേർത്തു. ഇനി ഞാനൊരു 2 പച്ചമുളക്, അപ്പോൾ ഇവിടെ ഇത് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം ചേർക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതിൻ്റെ എണ്ണം കൂട്ടാവുന്നതോ കുറയ്ക്കാവുന്നതോ ആണ്. പിന്നെ ഞാനിതിലേക്കൊരു 2 മീഡിയം, അതായത് ഇടത്തരം തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ പച്ചക്കറികളെല്ലാം വേകുമ്പോൾ ചെറിയൊരു പുളിയും ചെറിയൊരു എരിവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തു. എന്നിട്ട് ഇനി ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ പരിപ്പും പച്ചക്കറികളും എല്ലാം വേകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം, അപ്പോൾ ഞാനിവിടെ ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. പച്ചക്കറികൾ മുഴുവനും അങ്ങ് മുങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മുങ്ങുന്ന രീതിയിൽ വെള്ളം മതി. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കാണാം എത്രയാണ് വെള്ളം ചേർത്തതെന്ന്. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു. എന്നിട്ടിനി ഇതിനെ ഞാൻ പ്രഷർ കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റീം ഇട്ട്, അതായത് വെയിറ്റ് ഇട്ടിട്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഞാൻ ഒരു സ്റ്റീം വന്നതിന് ശേഷം താഴ്ത്തി വെച്ച് ഒരു 10 മിനിറ്റ് കൂടി വേവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പച്ചക്കറികളും പരിപ്പും എല്ലാം കറക്റ്റിന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു 10 മിനിറ്റ് കൂടി വെക്കുന്നത്. എന്നിട്ട് തീ ഓഫായിട്ട് കംപ്ലീറ്റ് സ്റ്റീം പോയതിന് ശേഷം നമുക്ക് എടുക്കാം. ഇനി ഞാനത് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഈ സ്പൂൺ തന്നെയാണ് ഞാനിന്ന് ഈ മുഴുവൻ സാമ്പാറിലേക്കുമുള്ള അളവ് സ്പൂണായിട്ട് യൂസ് ചെയ്ത് അതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ മല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇതിനൊന്ന് ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരേക്കും ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാം തന്നെ ഫ്രഷായിട്ട് പൊടിച്ചെടുക്കുന്ന കണക്കാണ്. അപ്പോൾ അതൊരു ലൈറ്റ് ബ്രൗൺ ആയതിനു ശേഷം അത് ഈ പാനിൽ നിന്ന് മാറ്റി. പിന്നെ ഞാനൊരു 4 ചുവന്ന മുളകും പിന്നെ ഒരു 6 കശ്മീരി മുളകും ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുകയാണ്. അപ്പോൾ ഈ എല്ലാം ചൂടാക്കുന്നത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചൂടാക്കാനായിട്ട്. അപ്പോൾ സാധാരണ മുളക് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകില്ല, നമുക്ക് പക്ഷേ ചൂടായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് പൊടിയുന്ന രീതിയിൽ നമുക്ക് ചൂടാക്കിയെടുക്കണം, അല്ലാതെ അത് കരിഞ്ഞു പോകാതെ നോക്കണം നമ്മൾ മുളക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് മുളക് ചെയ്യുന്നത്. അപ്പോൾ മുളക് നന്നായി ചൂടായതിന് ശേഷം ഞാനതിനെ പൊടിക്കാനുള്ളതിലോട്ട് മാറ്റി. പിന്നെ ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ, ആ സ്പൂണിന് തന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തത്. അതിന് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ഉലുവ ഞാൻ ഇതേപോലെ വറുത്ത് ചേർക്കുകയാണ്. അപ്പോൾ കുറച്ച് ആ മാറ്റി വെച്ചത് നമുക്ക് കടുക് വറുക്കുമ്പോൾ താളിക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതിനെ ഈ ഉലുവയും ഞാൻ ഇതേപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരേക്കും ചൂടാക്കി എന്നിട്ട് നേരത്തെയുള്ള മല്ലിയുടെയും മുളകിൻ്റെയും കൂടെ മാറ്റി വെച്ചു. ഇനി നമ്മുടെ വറുത്തരച്ച സാമ്പാറല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ തേങ്ങ ചേർക്കുന്നുണ്ട്. ഞാനതിൽ ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർക്കുന്നത്. ഇതും സെയിം സ്പൂണിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂണാണ് തേങ്ങ ചിരകിയത് ചേർത്തത്. ഇനി ഇതിലേക്ക് ഞാനൊരു 4 അല്ലി ചെറിയുള്ളി,
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെറിയുള്ളി ഒന്നിങ്ങനെ വഴണ്ട് അതുകൂടെ അരഞ്ഞു നമ്മുടെ മിക്സിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ചെറിയുള്ളി ഇതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു സൈസാക്കി അരിഞ്ഞ് ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇനി ഒരു 2 കമ്പ് കറിവേപ്പിലയും കൂടി ചേർത്തു. എന്നിട്ട് ഞാനിനി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാനിതിനൊരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരേക്കും ഞാൻ ചൂടാക്കുകയാണ്. അപ്പോൾ തേങ്ങ നമ്മൾ വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളതിനെ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ പാടില്ല, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങിയപ്പോൾ ഞാൻ ആ തേങ്ങയൊന്ന് നടുവിൽ നിന്ന് മാറ്റിയിട്ട് ആ ഭാഗത്തായിട്ട് ഞാൻ 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ജീരകം ചേർക്കുമ്പോൾ നമ്മുടെ സാമ്പാറിന് ഒരു പ്രത്യേക ഫ്ലേവർ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീരകം ചേർത്തത്. എന്നിട്ട് ആ നടുവിലാണല്ലോ തീ ഉള്ളത്, അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് പിന്നെ ഈ തേങ്ങയുടെ കൂട്ടിലേക്ക് ഞാൻ കംപ്ലീറ്റ് ചേർത്തിട്ട് ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരേക്കും ഞാൻ ചൂടാക്കി എടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ തേങ്ങ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഇതിനെയും കൂടി നമ്മുടെ മല്ലിയുടെയും മുളകിൻ്റെയും കൂട്ടിലോട്ട് മാറ്റി. ഇനി ഈ പാനിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു. എന്നിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ വെണ്ടയ്ക്ക, അപ്പോൾ ഇതേപോലെ നീളത്തിലരിഞ്ഞ വെണ്ടയ്ക്ക, ഞാനൊരു 6 വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഈ വെണ്ടയ്ക്കയെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. അപ്പം ശരിക്കും പറഞ്ഞാൽ വെണ്ടയ്ക്കയെ ഞാൻ ഈ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒപ്പം തന്നെ ഞാൻ 2 മുരിങ്ങക്കായ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അതിനെയും കൂടി ഇതിലോട്ട് ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ സദ്യക്കൊക്കെ ചെല്ലുമ്പോൾ സാമ്പാറിൽ നമുക്ക് വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കൊക്കെ കടിക്കാൻ കിട്ടും. അപ്പോൾ അതേപോലെയാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ എണ്ണയിലിട്ടൊന്ന് വഴറ്റുമ്പോൾ നമ്മുടെ സാമ്പാറിലേക്ക് ഇതിൻ്റെ ആ കൊഴുപ്പ്, അതായത് ഫുൾ കൊഴുപ്പും വരുമില്ല. അതേസമയം വെണ്ടയ്ക്ക കുറച്ചൊന്ന് വെന്തും കിട്ടും നമുക്കിവിടെ. അപ്പോൾ ഞാൻ ഈ എണ്ണയിലിട്ടൊന്ന് ഇതിൽ യോജിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ആ ഫ്ലേവറിന് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമുക്ക് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വഴണ്ട് കിട്ടണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിതൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിം, അതായത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാനൊന്ന് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മുടെ ഈ വെണ്ടയ്ക്കയെല്ലാം ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ച കളറ് മാറി ഒന്ന് ഡാർക്ക് പച്ചയാവും. ആ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് പുളിയുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളി ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ പുളിവെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒപ്പം തന്നെ കുറച്ച് വെള്ളവും കൂടി ചേർക്കുക. അപ്പോൾ നമ്മൾ ഇല്ലെങ്കിൽ പുളി ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതിൽ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 to 5 മിനിറ്റ്സ് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുകയാണ്. ഇനി ഈ സമയം തന്നെ ഞാൻ നമ്മുടെ മിക്സി ബൗളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ട്, അതായത് മല്ലി, മുളക്, ഉലുവ, തേങ്ങ, ഇതെല്ലാം കൂടിയുള്ള കൂട്ടിനെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെ നമുക്കെല്ലാം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. വറുത്തരച്ച സാമ്പാറല്ലേ, അപ്പോൾ നമുക്കിതിനെല്ലാം കൂടി ഒന്ന് വറുത്ത് എടുക്കണം, അതായത് അരച്ചെടുക്കണം. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനിതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കി നമുക്ക് താളിക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന് ഞാൻ വെള്ളവും ചേർത്ത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുകയാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ വറുത്തതിൻ്റെ കൂടെ ചേർക്കാം. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പും നമുക്ക് ചേർക്കാം. അപ്പോൾ നന്നായിട്ട് കുറുകി കിട്ടും. പക്ഷേ ഇവിടെ നമ്മുടെ സാമ്പാറിൽ ഉരുളക്കിഴങ്ങൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കുറുകി തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ വെണ്ടയ്ക്കയും മുരിങ്ങയും തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ അതിനെ ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി. ഇനി നമ്മുടെ കുക്കറ് സ്റ്റീമെല്ലാം കളഞ്ഞ് കറക്റ്റ് പച്ചക്കറിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് നമ്മൾ കുക്കർ തുറന്നതിന് ശേഷം ഞാനൊരു സ്പൂൺ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ പച്ചക്കറികളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫുള്ളങ്ങ് മുഴുവനും ഉടച്ചെടുക്കണ്ട, കുറച്ചൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടുക. അത് പ്രത്യേകിച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചാൽ തന്നെ നമ്മുടെ സാമ്പാറിന് നല്ല കുറുകിയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മത്തനും ഉരുളക്കിഴങ്ങുമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ കാണാം, ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി ഒന്ന് ഉടച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മറ്റ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും മുരിങ്ങയും പുളിയും കൂടി ഉണ്ട്, പുളിവെള്ളവും ഉണ്ട് ഇതിനെ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പുളി ചേർത്തു, പുളിവെള്ളം കുറച്ച് ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് ബാക്കി പുളിവെള്ളമാണ്. അപ്പോൾ നേരത്തെ പകുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി പുളിവെള്ളം കൂടി ഞാനിവിടെ ഈ സാമ്പാറിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് സെറ്റ് പുളിവെള്ളമാണ് ഇപ്പോൾ ഇവിടെ ഈ ചേർക്കുന്നത്. അതിൽ പകുതി നമ്മൾ നേരത്തെ ചേർത്തു, ബാക്കി പകുതി ഇപ്പോൾ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ പുളിയിലേക്ക് ബാക്കി കുറച്ചുകൂടി വെള്ളം ചേർത്ത് വെക്കാം.
ഈ സമയത്ത് ഞാൻ ഈ കൂട്ടിലേക്ക് നമ്മുടെ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം, അതായത് നമ്മൾ വറുത്തരച്ച അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മുളകും മല്ലിയും എല്ലാം ഇതിലോട്ട് സാമ്പാറിലോട്ട് ചേർക്കുന്നത്. എന്നിട്ട് ഇതിനെ നമുക്ക് ഈ മസാലയെ നമുക്ക് ഈ സാമ്പാറുമായിട്ട്, അതായത് കഷ്ണങ്ങളുമായിട്ട് നമുക്ക് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം. ഒരു കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് നമുക്ക് ഉടച്ച് ചേർക്കാം. എന്നിട്ട് ഇനി അങ്ങോട്ടുള്ള കുക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹൈ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഉപ്പ് നമ്മൾ വെണ്ടയ്ക്കയിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പുളിവെള്ളം ഞാൻ രണ്ടാമത്തെ വെള്ളം ചേർത്തു. എന്നിട്ട് നമ്മുടെ ഈ മിക്സി ബൗളിൽ ഉള്ള ഈ അരപ്പെല്ലാം ഒന്ന് കഴുകി ഞാൻ ഇതിലോട്ട് ചേർത്തു. എന്നിട്ട് ഇതിനെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ്സ് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നടുക്ക് ചിലപ്പോൾ ഒന്ന് കൂടിയിരിക്കുന്നതായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് ഉപ്പ് നോക്കാം, ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ശരിക്കും ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ആവശ്യത്തിന് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് നോക്കി നിങ്ങൾ ചേർക്കുക. കാരണം ഇതിൽ ഉരുളക്കിഴങ്ങും മറ്റ് പച്ചക്കറികളും എല്ലാം നിറയെ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഉപ്പ് ആവശ്യത്തിന് നോക്കി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി അപ്പോൾ വീണ്ടും ഞാനൊരു 5 മിനിറ്റ്സ് അടച്ച് വെച്ച് വേവിച്ചു. അപ്പോൾ മൊത്തം 10 മിനിറ്റ് വെന്തതിന് ശേഷം ഞാനിതിലേക്ക് ശർക്കരയാണ് ചേർക്കുന്നത്. ഇത് ഒരു 4-5 കഷ്ണം, ചെറിയ കഷ്ണമാണ് ചേർത്തത്. അപ്പോൾ ശരിക്കും ശർക്കര നമ്മൾ സാമ്പാറിൽ ചേർക്കുമ്പോഴത്തേക്ക് ഈ നമ്മുടെ ഉപ്പും പുളിയും മുളകും എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ആയി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് എൻഹാൻസറാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മുരിങ്ങയും വെണ്ടയ്ക്കയും എല്ലാം നമുക്ക് ഈ സദ്യക്കൊക്കെ പോയിരിക്കുമ്പോൾ കിട്ടുന്ന കണക്ക് തന്നെ കിടക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും സാമ്പാറിലെ മല്ലിച്ചപ്പ് കിടക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർത്തു. ഓപ്ഷണലാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്തെടുക്കാം. എന്നിട്ടിവിടെ ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെച്ചു. അതിനൊന്ന് സിമ്മറിലിട്ട് ഞാൻ അടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ മറ്റൊരു അടുപ്പിൽ താളിക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ചൂടായതിന് ശേഷം അതിലേക്കൊരു 2.5 ടീസ്പൂൺ കടുകിട്ട് പൊട്ടാൻ അനുവദിക്കുക. അത് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ഉലുവ, അപ്പോൾ പകുതി നമ്മൾ പൊടിച്ച് ചേർത്തിട്ടുണ്ട്, ബാക്കി ഉലുവയാണ്, അത് ഞാനിതിൽ ചേർത്തു. എന്നിട്ട് ഉലുവയൊന്ന് പൊട്ടിയതിന് ശേഷം ഞാൻ ചുവന്ന മുളകും കറിവേപ്പിലയും കൂടി ഇട്ടു താളിക്കാനായിട്ട്. അത് എന്നിട്ട് തീ നന്നായിട്ട് താഴ്ത്തി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഈ കറിവേപ്പില ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഞാനിതിലേക്ക് കുറച്ച് കായപ്പൊടി, അപ്പോൾ നേരത്തെ നമ്മളൊരു 1/4 ടീസ്പൂണാണ് ചേർത്തത്, ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം വീണ്ടും കായപ്പൊടി ചേർക്കുന്നു. കായപ്പൊടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, തീ അങ്ങ് ഓഫ് ചെയ്യുക. കൂടുതൽ തീ തീയിലിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല, കായം കരിഞ്ഞു പോകും. എന്നിട്ട് ഇതിനെ ഞാൻ നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഈ സാമ്പാർ തന്നെ ഞാൻ ആ പാത്രത്തിലോട്ട് ഒഴിച്ച് കായം പൊടിയും എല്ലാം ഞാൻ വീണ്ടും സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ കായെല്ലാം കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിനെ ഞാനൊന്ന് സ്പൂണിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ നമ്മൾ കായപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ടാണ് ഞാനിത് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ കായത്തിൻ്റെ മണമെല്ലാം സാമ്പാറിൽ നന്നായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച സാമ്പാർ തയ്യാറായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you for watching this video.